ഇതാണ് യഥാർത്ഥ കേരള സ്റ്റോറി. സമൂഹ മാധ്യമങ്ങളിൽ ഒന്നാകെ നിറഞ്ഞു നിന്നിരുന്ന ടാഗ് ലൈനാണിത്. കോഴിക്കോടുകാരൻ അബ്ദുൾ റഹീമിന്റെ മോചനത്തിനാവശ്യമായ സഹായധനം സ്വരൂപിച്ച മലയാളികളെ അഭിനന്ദിക്കാൻ അന്ന് ഇതിലേറെ അനുയോജ്യമായ വാചകമുണ്ടായിരുന്നില്ല. രണ്ടായിരത്തി തന്റെ 26-ാം വയസ്സിലാണ് അബ്ദുൾ റഹീം ഹൗസ് ഡ്രൈവർ വിസയിൽ റിയാദിലെത്തിയത്. തലയ്ക്ക് താഴെ ചലനശേഷി നഷ്ടപ്പെട്ട സ്പോൺസറുടെ മകൻ ഫായിസിനെ പരിചരിക്കലായിരുന്നു പ്രധാന ജോലി. 2006 ഡിസംബർ 24-നാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. കാറിൽ കൊണ്ടുപോകുന്നതിനിടയിൽ അബ്ദുൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ കുട്ടിക്ക് ഭക്ഷണം നൽകുന്നതിനായി കഴുത്തിൽ ഘടിപ്പിച്ച ഉപകരണത്തിൽ തട്ടി. ബോധരഹിതനായ ഫായിസ് മരിച്ചു. കൊലപാതക കുറ്റം ചുമത്തി റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. റിയാദിലെ കോടതി വധശിക്ഷ വിധിച്ചു. അപ്പീൽ കോടതികളും വധശിക്ഷ ശരിവെച്ചതോടെ പ്രതീക്ഷകൾ അറ്റു. ഈ കാലയളവിനിടയിൽ ഫായിസിന്റെ കുടുംബവുമായി നിരവധി തവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മാപ്പ് നൽകാൻ അവർ തയ്യാറായിരുന്നില്ല. നീണ്ട 18 വർഷങ്ങൾ കഴിഞ്ഞുപോയി. നിരന്തര പരിശ്രമങ്ങൾക്കൊടുവിൽ റഹീമിന്റെ മോചനത്തിന് 34 കോടി ദയാധനമെന്ന ഉപാധിയിൽ ഫായിസിന്റെ കുടുംബം തയ്യാറായി. ഇതോടെയാണ് ഇതുവരെ കേരളത്തിൽ ഉണ്ടായിട്ടില്ലാത്ത തരത്തിലുള്ള ധനസമാഹരണം നടന്നത്. 1 മാസം കൊണ്ട് മലയാളികൾ റഹീമിന്റെ മോചനത്തിനുള്ള പണം പിരിച്ചു. സേവ് അബ്ദുൾ റഹീം എന്ന മൊബൈൽ ആപ്പ് വഴിയും നേരിട്ടും ലോകത്തിന്റെ പല കോണിൽ നിന്നും സഹായമെത്തി. എംബസി വഴി പണം ഫായിസിന്റെ കുടുംബത്തിന് കൈമാറിയതോടെ റഹീമിന്റെ മോചനത്തിനുള്ള വഴി തുറന്നു. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ.